Hi students, welcome to my channel Surya Hindi Tutorial. അപ്പോൾ ഇത് സാഖി എന്നുള്ള ദോഹയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കുട്ടികൾ എന്തായാലും പോയി കാണുക. അതിൽ 1 to 4 ദോഹാസ് ഉള്ളത്. ഇപ്പോൾ ഇനി 5th to 8th ഈ സെക്കൻഡ് പാർട്ടിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ദോഹ ഒന്ന് വായിച്ചു നോക്കാം. ബിരഹ ഭുവംഗം തൻ ബസേ मंत्र न लागे कोई राम बियोगी ना जीवे जीवे तो बौरा होई. आधे शब्दार्थ ഒന്ന് ചെക്ക് ചെയ്യാം. ബിരഹ ബിച്ചടനെ കാ ഗം. ബിച്ചടനെ കാ ഗം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളടുത്ത് സെപ്പറേറ്റ് ആവുമ്പോഴുള്ള വിഷമെന്ന് പറയാം. ഭുവംഗം ഭുജംഗ് സാമ്പ് പാമ്പ് സ്നേക്ക്. ബോറ പാഗൽ മീൻസ് മാഡ് പ്രാന്തൻ. അപ്പോൾ ഒന്നും കൂടി ദോഹ വായിച്ചു നോക്കാം. ബിരഹ ഭുവംഗം തൻ ബസേ. കബീർദാസ്ജി പറയാണ് ബിരഹ മീൻസ് സപ്രഷൻ്റെ വേദന. ഭുവംഗം തൻ ബസേ ശരീരത്തിൽ. ഭുവംഗം മീൻസ് പാമ്പ്. ശരീരത്തിൽ പാമ്പ് ചുറ്റിയ നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഒരു പാമ്പ് ചുറ്റി നമ്മളെ വേദനിപ്പിക്കുന്ന പോലത്തെ വേദനയായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളടുത്ത് നിന്ന് നമ്മൾ സെപ്പറേറ്റായി നിൽക്കുമ്പോൾ വേദന. അപ്പോൾ ബിരഹ ഭുവംഗം തൻ ബസേ മീൻസ് ഒരു പാമ്പ് നമ്മളെ ശരീരത്തിൽ ചുറ്റി നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന പോലത്തെ വേദനയായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളടുത്ത് നിന്ന് സെപ്പറേറ്റായി നിൽക്കുമ്പോഴുള്ള വേദന. മന്ത്രനലാകിയ കോയി. അപ്പോൾ ഒരു മന്ത്രവും അല്ലെങ്കിൽ ഒരു മരുന്നും ആ സമയത്ത് നമ്മളെ ശരീരത്തിൽ ബെനിഫിറ്റ് ചെയ്യില്ല. രാം ബിയോഗി നാ ജിവേ ജീവേ തോ ബൗരാ ഹോയി. അപ്പോൾ കബീർദാസ്ജി പറയാണ് രാമ ബിയോഗി നാ ജീവേ. ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വിയോഗം കിട്ടുമ്പോൾ അതുപോലത്തെ സപ്രഷൻ കിട്ടുന്ന സമയത്ത് ആ മനുഷ്യന് ജീവിക്കാനേ പറ്റില്ല. ജീവേത്തോ ബോറാ ഹോയ്. ഇനിയിപ്പം ദൈവമില്ലാതെ ആ മനുഷ്യന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുക? ഒരു പ്രാന്തൻ്റെ മാതിരി, ഒരു മാഡിൻ്റെ മാതിരി ആയിരിക്കും അയാൾ എല്ലാ പ്രവൃത്തിയും കാണിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രസംഗവും വ്യാഖ്യയും ഒന്ന് ശരിക്കും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ആദ്യം 4 സാഖി നമ്മൾ ചെയ്തല്ലോ, അതുപോലെ തന്നെ അതിലെഴുതിയ മാതിരി തന്നെ പ്രസംഗം എഴുതുക. എന്നിട്ട് എഴുതുക പ്രസ്തുत साखी हमारी हिंदी पाठ्य पुस्तक स्पर्श से ली गई है. इस साखी के कवि कबीरदास जी हैं. ഈ പറഞ്ഞ സാഖി ഞങ്ങളുടെ ഹിന്ദി പാഠ്യപുസ്തകം സ്പർശ് നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ സാഖിയുടെ കവി കബീർദാസ് ജിയാണ്. इसमें कबीर कहते हैं कि ഈശ്വർ കെ വിयोग में മനുഷ്യ ജീവിത് നഹി രഹ സക്താ. ഈശ്വരൻ്റെ വിയോഗം സഹിച്ചിട്ട് മനുഷ്യന് ജീവിച്ചിരിക്കാനേ പറ്റില്ല. ഓർ അഗർ രഹ ഭി ജാത്താ ഹെ, ഇനിയിപ്പം ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തോ വഹ പാഗൽ ഹോ ജാത്താ ഹെ. അപ്പോൾ ആ മനുഷ്യൻ എന്തായി മാറും? മാഡായി മാറും, ഭ്രാന്തനായി പോകും. ദൈവത്തിൻ്റെ വിയോഗം സഹിച്ചുകൊണ്ട് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. അഥവാ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്തൻ്റെ മാതിരിയായിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ വ്യാഖ്യ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം നമുക്ക്. कबीरदास जी कहते हैं कि जब मनुष्य के मन में अपनों के बिछड़ने का गम सांप बनकर लौटने लगता है. कबीरदास जी പറയുന്നു जब मनुष्य के मन में മനുഷ്യൻ്റെ ചിന്തയിൽ അപ്നോ കെ ബിച്ചടനെ കകം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ സപ്രഷൻ്റെ ആ വിഷമം സാമ്പ് ബൻകർ ലോട്ട്നെ ലഗ്താ ഹെ, ഒരു പാമ്പ് വന്ന് ആ മനുഷ്യനെ ചുറ്റി വേദനിപ്പിക്കുന്ന പോലെ. സാമ്പ് ബൻകർ ലോട്ട്നെ ലഗ്താ ഹെ മീൻസ് ഒരു പാമ്പ് വന്ന് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ചുറ്റി വേദനിപ്പിക്കുന്ന പോലെയുള്ള വേദനയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടുള്ള സപ്രഷൻ നമുക്ക് കിട്ടുമ്പോഴുള്ള വേദന. तो उस पर ना कोई मंत्र असर करता है और ना ही कोई दवा असर करती है. तो उस पर ना कोई मंत्र असर करता है. അപ്പോൾ കബീർദാസ്ജി പറയാണ് അങ്ങനെ സപ്രഷൻ സഹിച്ച് വിയോഗം സഹിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ മുകളിൽ ഒരു മന്ത്രവും ബെനിഫിറ്റ് ചെയ്യില്ല. ഓർ നാഹി കോയി ദവ അസർ കർത്തി ഹെ. ഇപ്പോൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അയാൾക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെഡിസിനും ഒരു ബെനിഫിറ്റും ആ മനുഷ്യൻ്റെ മുകളിൽ ചെയ്യില്ല. उसी तरह राम अर्थात ईश्वर के वियोग में मनुष्य जीवित नहीं रह सकता है. അതുപോലെ തന്നെയാണ് രാം ഈശ്വരൻ്റെ വിയോഗം സഹിച്ചുകൊണ്ട് ഒരു മനുഷ്യനും ജീവിച്ചിരിക്കാൻ പറ്റില്ല. और यदि वह जीवित रहता भी है
तो उसकी स्थिति പാഗലോं ജैसी हो जाती है. ഇനിയിപ്പോൾ ആ മനുഷ്യന് ജീവിതത്തിൽ ദൈവമില്ലാതെ ജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യൻ്റെ സ്ഥിതി ഒരു ഭ്രാന്തൻ്റെ പോലെ ആയിരിക്കും. ഒന്നും മനസ്സിലാക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയാതെയും എന്താ ചെയ്യുന്നത് മനസ്സിലാവാണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഭ്രാന്തൻ്റെ ഒരു മാഡിൻ്റെ മാതിരി ആ മനുഷ്യനായി മാറും എന്നുള്ളത്. അപ്പോൾ അത്രയും വേദനയാണ്. അപ്പോൾ ആ വേദനയെ കമ്പയർ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ദൈവത്തിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ വിയോഗം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേങ്കിൽ അത് കമ്പയർ ചെയ്ത് പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ട ആൾ, നിങ്ങൾക്ക് അയാളില്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അയാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റിയ പോലെയുള്ളൊരു വേദനയായിരിക്കും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ ആ വേദന തന്നെയാണ് കബീർദാസ്ജി പറയുന്നത് ദൈവം എൻ്റെ അടുത്തില്ലാത്ത സമയത്ത് എനിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും വേദന സഹിക്കേണ്ടി വരും നമുക്ക് ദൈവം എന്നുള്ള വെളിച്ചം നമ്മളടുത്ത് ഇല്ലാതെ ആകുന്ന സമയം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇഫ് എനി പ്രോബ്ലം ഈസ് ദിയർ പ്ലീസ് കമൻറ്റ് മീ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് 6th ദോഹ ഒന്ന് വായിച്ചു നോക്കാം. നിന്ദക്ക് നേടാ രാഖിയെ ആംഗണി കുട്ടി ബധായി ബിൻ സാബൺ പാണി ബിന നിർമ്മൽ കരെ സുഭായി. ആദ്യം ശബ്ദാർത്ഥം ഒന്ന് വായിച്ചു നോക്കാം. നിന്ദക് മീൻസ് നിന്ദ കർണേ വാലേ, നമ്മൾ നിന്ദിക്കുന്നവർ മീൻസ് നമ്മളെ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാർ. നേട നിക്കട്ട്, നേട എന്ന് പറയുന്ന അർത്ഥം നിക്കട്ട് മീൻസ് വളരെ അടുപ്പിച്ച്, വളരെ അടുത്ത് തന്നെ. ആംഗണി മീൻസ് ആംഗൻ മീൻസ് മുറ്റം. സാബുൻ മീൻസ് എന്താർത്ഥം സാബുൻ മീൻസ് സോപ്പ്. നിർമ്മൽ സാഫ് ക്ലീൻ. സ്വഭാവ് മീൻസ് എന്താർത്ഥം സ്വഭാവ്, നമ്മൾ ബിഹേവിയർ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ദോഹ വായിച്ചു നോക്കാം. നിന്ദക്ക് നേടാ രാഖിയെ ആംഗണി കുട്ടി ബദായി. കബീർദാസ്ജി പറയാണ് നമ്മളെ നിന്ദിക്കുന്നവർ മീൻസ് നമ്മളെ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? നേടാ രാഖിയെ, നേടാ മീൻസ് വളരെ അടുപ്പിച്ച്, രാഖിയ മീൻസ് വെക്കുക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അടുപ്പിച്ച്, നമ്മളെ അടുത്ത് തന്നെ നമ്മളെപ്പോഴും കൊണ്ട് നടക്കണം. എത്ര അടുത്ത് കൊണ്ട് നടക്കണം? ആംഗണി കുട്ടി ബധായി. ആംഗണി മീൻസ് മുറ്റത്ത്, വരാന്തയിൽ തന്നെ അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ. കുട്ടി മീൻസ് ചെറിയൊരു വീടെടുത്തിട്ട്, ബധായി മീൻസ് കെട്ടിക്കൊടുത്തിട്ട്, ഒരു ചെറിയ വീട് കെട്ടിക്കൊടുത്ത് ആ നിന്ദിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവിടെ തന്നെ താമസിപ്പിക്കണം. ബിൻ സാബൺ പാനി ബിന നിർമ്മൽ കരേ സുഭായ്. അപ്പോൾ കബീർദാസ്ജി പറയാണ് നിർമ്മൽ കരേ സുഭായ് മീൻസ് നിർമ്മൽ മീൻസ് സാഫ്, ക്ലീൻ ചെയ്യും. എന്ത്? സുഭായ്, നമ്മളെ സ്വഭാവത്തെ വളരെയധികം ക്ലീൻ ചെയ്യും. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിൻ സാബൺ പാനി ബിന, അവിടെ നമുക്ക് സോപ്പോ, പാനി മീൻസ് വെള്ളമോ ഒന്നും ആവശ്യം വരില്ല. സോപ്പും വെള്ളവും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മളുടെ സ്വഭാവം എന്താക്കി മാറ്റും? വളരെ ക്ലീനാക്കി മാറ്റും. അതുകൊണ്ട് ഇങ്ങനെ നിന്ദിക്കുന്ന ആൾക്കാരെ, ഇങ്ങനെ പിന്നെന്താ പറയുക, ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ മുറ്റത്ത് തന്നെ ഒരു ചെറിയ വീടുണ്ടാക്കി അവരെ താമസിപ്പിക്കണം. അപ്പം നമുക്കിതിൻ്റെ പ്രസംഗം ഒരു വ്യാഖ്യാനം നോക്കാം. ആദ്യമൊക്കെ എഴുതി ആദ്യം തന്നെ പ്രസംഗം എഴുതുക, എന്നിട്ട് എഴുതുക പ്രസ്തുത സാഖി ഹമാരി ഹിന്ദി പാഠ്യപുസ്തക് സ്പർശ് സെ ലീ ഗയി ഹെ, ഇസ് സാഖി കെ കവി കബീർദാസ് ജി ഹെ. അപ്പോൾ പ്രസ്തുത സാഖി ഞങ്ങളുടെ ഹിന്ദി പാഠ്യപുസ്തകം സ്പർശ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഇസ് സാഖിയുടെ കവി കബീർദാസ് ജിയാണ്. इसमें कबीरदास जी निंदा करने वाले व्यक्तियों को अपने पास रखने की सलाह देते हैं. അപ്പോൾ കബീർദാസ് ജി ഈ ദോഹ ത്രൂ നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിന്ദ കർണേ വാലെ വ്യക്തിയോക്കോ, നമ്മളെ നിന്ദിക്കുന്നവർ, നമ്മളെ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന വ്യക്തികളെ കോ അപ്നെ പാസ് രഖ്നേക്ക്, നമ്മളെ കൂടെ തന്നെ കൊണ്ട് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സലാഹ് ദേത്തെ ഹെ, അഡ്വൈസ് ചെയ്യുന്നത്. താക്കി ആപ്കെ സ്വഭാവമേ സകാരാത്മക് പരിവർത്തൻ ആ സക്കെ. അങ്ങനെ നിന്ദിക്കുന്ന ആൾക്കാരെ നിങ്ങളെ കൂടെ തന്നെ കൊണ്ട് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? താക്കി ആപ്കെ സ്വഭാവമേ സകാരാത്മക് പരിവർത്തൻ ആ സക്കെ. സകാരാത്മക് മീൻസ് പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ
കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ എന്ത് വരും? പോസിറ്റിവിറ്റിയും അതുപോലെ പരിവർത്തൻ ചേഞ്ചസും വരും എന്നുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ തെറ്റുകളെ മനസ്സിലാക്കി അവിടെ നമുക്ക് പോസിറ്റീവായി മാറാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യ ഒന്ന് നോക്കാം. इसमें कबीरदास जी कहते हैं कि हमें हमेशा निंदा करने वाले व्यक्तियों को अपने निकट रखना चाहिए. കബീർദാസ് ജി പറയുന്നു, എപ്പോഴും നമ്മളെ നിന്ദിക്കുന്നവർ മീൻസ് നമ്മളെ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ കർണേവാലെ വ്യക്തികൾക്ക് അങ്ങനത്തെ മനുഷ്യന്മാരെ അങ്ങനത്തെ വ്യക്തികളെ അപ്നെ നിക്കട്ട് റഖ്നാ ചാഹിയെ. എപ്പോഴും നമ്മളെ അടുത്ത് തന്നെ, നിക്കട്ട് മീൻസ് അടുത്ത് തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എത്ര അടുത്ത് കൊണ്ട് നടക്കണം? हो सके तो अपने आंगन में ही उनके लिए घर बनवा लेना चाहिए. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളെ ആംഗൻ മീൻസ് മുറ്റത്ത് തന്നെ ഉൻകെ ലിയെ അങ്ങനത്തെ വ്യക്തികൾക്ക് വേണ്ടി ഘർ ബൻവാ ലേന ചെയ്യുക. അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത്രയും നല്ലതായിരിക്കും. അതാർത്ത് ഹമേഷ അപ്നെ ആസ്പാസ് ഹി രഖ്നാ ചാഹിയെ. എപ്പോഴും അങ്ങനെ നിന്ദിക്കുന്ന ആൾക്കാരെ നമ്മളെ കൂടെ തന്നെ ആസ്പാസ് മീൻസ് നമ്മളുടെ അടുത്ത് തന്നെ കൊണ്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. താക്കി ഹം ഉൻകെ ദ്വാര ബതായി ഗൈ ഹമാരി ഗൽത്തിയോं को സുധാർ സക്കെ. എത്രയോ പ്രാവശ്യം നമുക്ക് നമ്മളെ മിസ്റ്റേക്സ് തന്നെ മനസ്സിലാവില്ല. പക്ഷേങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? താക്കി ഹം ഉൻകെ ദ്വാര ബതായി ഗൈ ഹമാരി ഗൽത്തിയോं को സുധാർ സക്കെ. നമ്മളുള്ളിൽ എന്തെങ്കിലും ഗൽത്തി ഉണ്ടെങ്കിൽ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് സുധാർ മീൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റി എടുക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ട് നടക്കണം. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്ക് നമ്മളെ മിസ്റ്റേക്സ് മനസ്സിലാവും, എന്നിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റും. इससे हमारा स्वभाव बिना साबुन और पानी की मदद के ही साफ हो जाएगा. അങ്ങനെ അവരെ കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളെ സ്വഭാവം സോപ്പും വെള്ളവും ഒന്നിൻ്റെയും ഹെൽപ്പില്ലാതെ തന്നെ നല്ലോണം ക്ലീനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. മീൻസ് നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ മനസ്സിലാവാത്ത നെഗറ്റീവ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിന്ദിക്കുന്ന ആൾക്കാരെ കൂടെ തന്നെ കൊണ്ട് നടക്കുന്നത് വളരെ ബെനിഫിറ്റായി മാറുമെന്നാണ് കബീർദാസ് ജി പറയുന്നത്. മീൻസ് ആ നെഗറ്റിവിറ്റിയിലും കബീർദാസ് ജി പോസിറ്റിവിറ്റി കണ്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ 7th ദോഹ ഒന്ന് വായിച്ചു നോക്കാം. പോഥി പടി പടി ജഗ് മുआ पंडित भया न कोई एकई आशीर पीव का पढ़े सो पंडित होई. അപ്പോൾ ആദ്യം ശബ്ദാർത്ഥം ഒന്ന് ചെക്ക് ചെയ്യാം. പോഥി പുസ്തകങ്ങൾ, മുവ മരണ മരിച്ചുപോയി, ഭയ ബന്ന മീൻസ് ബിക്കം, ആഷിർ ഒരു അക്ഷരം, പീവ് പ്രിയ ഡിയർ. അപ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കാം ദോഹ. പോഥി പടിപ്പടി ജഗ് മുവ, വലിയ വലിയ വണ്ണുള്ള പുസ്തകങ്ങൾ പടിപ്പടി വായിച്ച് ജഗ് ഈ ലോകത്തിലുള്ള ആൾക്കാർ, മുവ മരിച്ചുപോയി മീൻസ് വണ്ണുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ ലോകത്തിലുള്ള കുറേ ആൾക്കാർ മരിച്ചുപോയി. പക്ഷെങ്കിൽ പണ്ഡിത് ഭയാനകോയി, പക്ഷെങ്കിൽ ആ മരിച്ചുപോയ ആൾക്കാരിൽ ആരും പണ്ഡിതന്മാർ ആയിട്ടില്ല, ഒരു നോളജബിൾ പേഴ്സൺ അവർക്ക് ആയി മാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കബീർദാസ് ജിയുടെ കാഴ്ചപ്പാടിൽ നോളജബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏകൈ ആശീർ പീവ് ക, പീവ് മീൻസ് പ്രിയ, ഭഗവാന്റെ പേരിലുള്ള ഏകൈ അക്ഷർ മീൻസ് ഒരു അക്ഷരം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പഠേസു പണ്ഡിത് ഹോയെ, ആ പഠിച്ച വ്യക്തിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ മീൻസ് കബീർദാസ് ജിയുടെ കാഴ്ചപ്പാടിൽ ഒരു പണ്ഡിതൻ, ഒരു നോളജബിൾ പേഴ്സൺ. അപ്പോൾ ഈ ദോഹ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. പ്രസംഗ് ഓർ വ്യാഖ്യ ഒന്ന് വായിച്ചു നോക്കാം. പ്രസംഗ് വായിച്ചു നോക്കാം. പ്രസംഗ്. प्रस्तुत साखी हमारी हिंदी पाठ्य पुस्तक स्पर्श से ली गई है. इस साखी के कवि कबीरदास जी हैं. അപ്പോൾ എപ്പോഴും ഈ 6 സാഖി വരെ നമ്മൾ എഴുതിയില്ല, അതുപോലെ തന്നെ ഈ 2 ലൈൻസ് അങ്ങനെ തന്നെ എഴുതുക. ഈ സാഖി ഞങ്ങളുടെ ഹിന്ദി പാഠ്യപുസ്തകം സ്പർശ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഈ സാഖിയുടെ കവി കബീർദാസ് ജിയാണ്. इसमें कबीर जी पुस्तक ज्ञान को महत्व ना देकर ईश्वर प्रेम को महत्व देते हैं. അപ്പോൾ ഈ ദോഹയിൽ ഈ സാഖിയിൽ കബീർദാസ് ജി പുസ്തക് ജ്ഞാൻ കോ മെഹത്വ് നാ ദേക്കർ, പുസ്തകത്തിൻ്റെ നോളേജിന് ഒരു മഹത്വവും കൊടുക്കാതെ, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ,
ഈശ്വർ പ്രേം കോ മെഹത്വ ദേത്തെ ഹെ. ഈശ്വരൻ്റെ പ്രേമത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പുസ്തകം നിങ്ങൾ എത്ര വണ്ണുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും കബീർദാസ്ജിയുടെ കാഴ്ചപ്പാടിൽ നിങ്ങളൊരു നോളജബിൾ പേഴ്സൺ അല്ല. അപ്പോൾ നിങ്ങളൊരു നോളജബിൾ പേഴ്സണായി മാറണമെങ്കിൽ കബീർദാസ്ജി അവിടെ ഈശ്വരൻ്റെ പ്രേമത്തിനാണ് അവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വ്യാഖ്യ എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ച് നോക്കാം. कबीर जी कहते हैं कि इस संसार में मोटी मोटी पुस्तकें किताबें पढ़कर कई मनुष्य मर गए. കബീർദാസ്ജി പറയുന്നു, इस संसार में ഈ ലോകത്തിൽ മോട്ടി മോട്ടി പുസ്തകേം കിതാബേം പഠിക്കർ, വളരെയധികം മോട്ടി മോട്ടി മീൻസ് വണ്ണുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ട് എത്രയോ മനുഷ്യന്മാർ, കൈ മനുഷ്യ മർഗയ, എത്രയോ മനുഷ്യന്മാർ മരിച്ചുപോയി. കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് അവരൊക്കെ മരിച്ചും പോയി. പരന്തു കോയി ഭി മനുഷ്യ പണ്ഡിത് ജ്ഞാനി നെഹി ബൻ സക. പക്ഷേങ്കിൽ ആ മരിച്ചുപോയ ആൾക്കാരിൽ അവർ കുറേ പുസ്തകം വായിച്ചെന്നല്ലാതെ ഒരു മനുഷ്യനും എന്തായി മാറാൻ പറ്റിയിട്ടില്ല, പണ്ഡിതൻ അല്ലെങ്കിൽ ജ്ഞാനി, നോളജബിൾ പേഴ്സണായി അവർക്ക് മാറാൻ പറ്റിയിട്ടില്ല. यदि किसी व्यक्ति ने ईश्वर प्रेम का एक भी अक्षर पढ़ लिया होता तो वे पंडित बन जाता. അപ്പോൾ കബീർദാസ്ജി പറയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ആ മരിച്ചുപോയ വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈശ്വർ പ്രേം കാ ഏക് ബി അക്ഷർ പढ़ लिया होता, ഈശ്വരൻ്റെ പ്രേമത്തിൻ്റെ ഒരു അക്ഷരെങ്കിലും അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തോ വഹ പണ്ഡിത് ബൻ ജാത്ത, അയാൾ ഷ്യൂർലിയും എന്തായി മാറുമായിരുന്നു, ഒരു നോളജബിൾ, ഒരു പണ്ഡിതനായി മാറുമായിരുന്നു. അഥാർത്ഥ ഈശ്വര പ്രേം ഹി ഏക് സച്ച് ഹെ, ഇസെ ജാനനെ വാല ഹി വാസ്തവിക് ജ്ഞാനി ഹെ. ഈ ലോകത്തിൽ എല്ലാം മിഥ്യയാണ്. ഈശ്വരൻ്റെ പ്രേം എന്നുള്ള, ഈശ്വരൻ്റെ സ്നേഹം, സാന്നിധ്യം എന്നുള്ള ആ ഒറ്റൊരു സത്യം ഏതെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളാണ് വാസ്തവിക് ജ്ഞാനി, അയാളാണ് ശരിയായ നോളജബിൾ പേഴ്സൺ. അപ്പോൾ ഇവിടെ കബീർദാസ്ജിയുടെ കാഴ്ചപ്പാടിൽ പറയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ വണ്ണുള്ള പുസ്തകം വായിച്ച് പഠിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു നോളജബിൾ പേഴ്സൺ അല്ല. നിങ്ങളൊരു നോളജബിൾ പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് ലോകത്തിനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈശ്വരൻ്റെ ഭക്തിയിലേക്ക് മാറണം. ഈശ്വരൻ്റെ പേരിലെ ഒരു അക്ഷരം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ജ്ഞാനി, ഒരു നോളജബിൾ പേഴ്സൺ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഈ ജ്ഞാനി എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, ഇത് ജ്ഞാനി എന്നാണ് ശരിക്കും നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ മലയാളത്തിൽ വേറെ രീതിയിലാണ് ഉച്ചരിക്കാറുള്ളത്, പക്ഷേങ്കിൽ അങ്ങനെ ഹിന്ദിയിൽ ഉച്ചരിക്കാൻ പാടില്ല. ജ്ഞാനി, ജ്ഞാൻ, അജ്ഞാൻ, അങ്ങനെയാണ് നമ്മളെപ്പോഴും അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ദോഹ, ഇത് 8ാമത്തെ ദോഹയാണ്, അതൊന്ന് വായിച്ച് നോക്കാം. ഹം ഘർ ജാലയ ആപ്ന ലിയാ മുരാഡ ഹാത്തി അബ് ഘർ ജാലോ താസ് കാ ജേ ചലെ ഹമാരെ സാഥി. അപ്പോൾ ശബ്ദാർത്ഥം ഒന്ന് വായിച്ച് നോക്കാം. ജാലയ ജലായ, കത്തിച്ചു. ആപ്ന അപ്ന, അവർ സെൽഫ്. മുരാഡ ജൽത്തി ഹുയി ലക്കടി, ചൂട്ട. ജ്ഞാൻ നോളേജ്. ജാലവും ജലാവും, കത്തിക്കും. താസ്ക ഉസ്ക, അവരുടെ. അപ്പോൾ ഒന്നും കൂടി വായിച്ച് നോക്കാം. ഹം ഘർ ജാലയ ആപ്ന ലിയാ മുരാഡ ഹാത്തി. അപ്പോൾ കബീർദാസ്ജി പറയാണ്, ഹം ഘർ ജാലയ ആപ്ന, ആപ്ന മീൻസ് എൻ്റെ, ജാലിയ മീൻസ് കത്തിച്ചു, വീടിനെ. അപ്പോൾ ഇവിടെ വീടിനല്ല കത്തിച്ചത്. ഇവിടെ കബീർദാസ്ജി പറയാൻ ആഗ്രഹിക്കുന്ന മോഹമായ രൂപി ആ ജീവിതത്തിൻ്റെ ആ ഗ്രീഡിനെസ്സിൻ്റെ രൂപത്തിലുള്ള ആ വീടിനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കത്തിച്ചു, ഭസ്മാക്കി. ലിയാ മുരാഡ ഹാത്തി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ മുരാഡ, ആ ചൂട്ടയെ, ആ ജ്ഞാനിൻ്റെ, ആ നോളജിൻ്റെ ചൂട്ടയെ ഞാൻ എന്ത് ചെയ്തു, ഹാത്തി മീൻസ് കയ്യിൽ പിടിച്ചു. അപ്പോൾ എന്നിട്ട് കബീർദാസ്ജി പറയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ അബ് ഘർ ജാലോ താസ്ക, ഇനി ഞാൻ വേറെ എല്ലാ അങ്ങനെ മോഹമായ രൂപി ആ ഗ്രീഡിനെസ്സിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ വീടിനെയൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, കത്തിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെങ്കിൽ അയാൾ ഇതും കൂടിയും പറയുന്നുണ്ട്, ജേ ചലെ ഹമാരെ സാഥി, എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഈ കയ്യിൽ പിടിച്ച് ആ ജ്ഞാൻ രൂപി ആ ചൂട്ടയെ വെച്ച് അവരുടെ ഉള്ളിലുള്ള ആ മോഹമായൊക്കെ ഞാൻ എന്ത് ചെയ്യും, കത്തിച്ച് മാറ്റിക്കളയും.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്രസംഗ് വ്യാഖ്യാനം നോക്കാം, എന്നാലും എനിക്ക് തോന്നുന്നത് ശരിയായി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രൂപത്തിൽ അത് മനസ്സിലാവുന്നുള്ളൂ. പ്രസംഗ് ആദ്യം എഴുതിയ പോലെ തന്നെ എഴുതുക. പ്രസ്തുത് സാഖി ഹമാരി ഹിന്ദി പാഠ്യപുസ്തക് സ്പർശ് സെ ലീ ഗയി ഹെ. ഇസ് സാഖി കെ കവി കബീർദാസ് ജി ഹെ. ഈ പറയുന്ന സാഖി ഞങ്ങളുടെ ഹിന്ദി പാഠ്യപുസ്തകം സ്പർശ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഈ സാഖിയുടെ കവി കബീർദാസ് ജിയാണ്. इसमें कबीर मोह माया रूपी घर को जलाकर अर्थात त्याग कर ज्ञान को प्राप्त करने की बात करते हैं. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന മാതിരി ഇവിടെ വീടിനല്ല കത്തിക്കുന്നത്. ഇവിടെ എന്താണ് കത്തിക്കുന്നത് കബീർദാസ് ജി? മോഹമായ റൂപി ഘർ കോ ജലാക്കർ. മോഹമായ മീൻസ് ലക്സുറിയസ് ലൈഫ്, അൺവാണ്ടഡ് തിങ്സ്, നമ്മൾ ജീവിതത്തിലുള്ള ഗ്രീഡിനെസ്, ആ വീടിനെ കത്തിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കത്തിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ത്യാഗം ചെയ്തുകൊണ്ട്, അതിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ജ്ഞാൻ കോ പ്രാപ്ത് കർണേക്ക് ബാത് കർത്തേ ഹേ. നമ്മളോട് എന്താണ് അയാൾ ആഗ്രഹിക്കുന്നത്? അയാൾ പറയാണ്, നിങ്ങൾ നോളജിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഗ്രീഡിനെസ്സിനെയും ലക്സുറിയസ് തിങ്സിനെ പറ്റി മാത്രം ചിന്തിക്കാതെ, ഗ്രീഡിനെസ്സിനെ മാത്രം നമ്മളുടെ കൂടെ കൊണ്ട് നടക്കാതെ, അതിനെ കത്തിച്ച് കളഞ്ഞ് അതിനെ സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ നോളജിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വായിച്ചു നോക്കാം. വ്യാഖ്യ. കബീർ ജി कहते हैं कि उन्होंने अपने हाथों से अपना घर जला दिया है. ഇപ്പോൾ കബീർദാസ് ജി പറയാണ്, ഉന്നോനെ അപ്നെ ഹാത്തോं से, അയാൾ സ്വയം തന്നെ അയാളുടെ കൈ കൊണ്ട് അപ്ന ഘർ ജലാ ദിയാ ഹെ, അയാളുടെ വീട് കത്തിച്ചു കളഞ്ഞു. ഇവിടെ വീടെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്നെയും പറഞ്ഞു തരാം, വീടിനല്ല. അഥാർത്ത് ഉന്നോനെ മോഹമായ രൂപി ഘർ കോ ജലാക്കർ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹെ. അയാളെ ഉള്ളിലുള്ള മോഹമായ രൂപി ഘർക്കോ, ആ ഗ്രീഡിനെസ് എന്ന് പറഞ്ഞ ആ വീടിനെ കത്തിച്ച് ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹെ, നോളജിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അയാൾക്കത് കിട്ടുകയും ചെയ്തു. अब उनके हाथों में जलती हुई मशाल लकड़ी है यानी ज्ञान है. അയാൾ പറയാണ്, ഇനി എൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഹാത്തോമേ ജൽത്തി ഹുയി മഷാൽ, എൻ്റെ കയ്യിലൊരു കത്തി ജ്വലിക്കുന്ന ഒരു ചൂട്ടയാണ് ഉള്ളത്. ആ ചൂട്ട എന്തിൻ്റെ ചൂട്ടയാണ് കത്തി ജ്വലിക്കുന്നത്? അത് നോളജിൻ്റെ ചൂട്ടയാണ്. अब वे उसका घर जलाएंगे जो उनके साथ चलना चाहते हैं. ഇനി അയാൾ തയ്യാറാണ് വേറെ ആൾക്കാരെ വീടും കത്തിക്കാൻ വേണ്ടി. അയാളെ കൂടെ ഉൻകെ സാത്ത് ചലന ചാത്തെ ഹെ, അയാളെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ആ ഗ്രീഡിനെസ്സിൻ്റെ വീടിനെ അയാൾ കത്തിക്കാൻ വേണ്ടി തയ്യാറാണ്. അഥാർത്ത് ഉസേ ഭി മോഹമായാസെ മുക്ത് ഹോനാ ഹോഗ. അയാളെ കൂടെ നടക്കുകയാണെങ്കിൽ ആ വ്യക്തികളെ മോഹമായ ഒക്കെ അവർക്ക് ത്യാഗം ചെയ്യേണ്ടി വരും, അതിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ജോ ജ്ഞാൻ പ്രാപ്ത് കർണ ചാത്തെ ഹെ, ശരിക്കും നോളജ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആദ്യം അവരുടെ മോഹമായ ഒക്കെ ത്യാഗം ചെയ്ത് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കബീർദാസ് ജിയുടെ കൂടെ നടക്കുകയാണെങ്കിൽ അവർക്കും എന്ത് കിട്ടും? നോളജ് കിട്ടുന്നു. അപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാർ ജീവിതം മുഴുവനും നമ്മൾ ഗ്രീഡി ആയിരിക്കും. ഓരോരോ കാര്യത്തിന് വേണ്ടിയും ഓരോരോ സാധനത്തിന് വേണ്ടിയും നമ്മൾ ഗ്രീഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഗ്രീഡി ആവുന്ന സമയത്ത് നമുക്ക് ശരിയായ യഥാർത്ഥമായ നോളേജ്, ജീവിതം എന്താണെന്നുള്ള നോളേജ് നമുക്ക് ഒരിക്കലും ആ നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഗെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുള്ളിലുള്ള ആ ഗ്രീഡിനെസ്സിനെ കത്തിച്ച് ഭസ്മാക്കണം. അപ്പം നമുക്ക് അവിടെ വേറെ ഒന്നും ചിന്തിക്കാനുണ്ടാവില്ല. അപ്പം നമുക്ക് ശരിയായ നോളേജ്, ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ലോണം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് എനി പ്രോബ്ലം ഈസ് ദിയർ പ്ലീസ് കമൻറ്റ് മീ ഇൻ ദ കമൻറ്റ് ബോക്സ്. അത് ഞാനൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടീച്ചർമാർക്കൊരു പ്രചോദനം കിട്ടും, പിന്നെയും ഞങ്ങൾ ഇൻസ്പയർ ആവും പുതിയ പുതിയ വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോൾ പ്ലീസ് അത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനി പ്രോബ്ലം ഈസ് ദിയർ പ്ലീസ് കമൻറ്റ് മീ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.